ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്നുള്ള പാഠമാണ്. ദ സ്നേക്ക് ആൻഡ് ദ മിറർ റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ വളരെ രസകരമായിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. നമ്മുടെ റൈറ്ററിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മലയാളത്തിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വേൾഡ് ഫേമസ് റൈറ്ററാണ് ഏത്? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ വാസ് ബോൺ 1908 ആൻഡ് ഹി പാസ്ഡ് അവേ ഇൻ 1994. Who was fondly remembered as ബേപ്പൂർ സുൽത്താൻ. വി കോൾഡ് ഹിം ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം ഹ്യൂമാനിസ്റ്റാണ്, ഫ്രീഡം ഫൈറ്ററാണ്, നോവലിസ്റ്റാണ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. എന്നീ നിരകളിലൊക്കെ അദ്ദേഹം പ്രശസ്തനാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ നോട്ടബിളായിട്ടുള്ള ഒരുപാട് കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പോപ്പുലറായിട്ടുള്ള കഥകളാണ് ബാല്യകാല സഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഇന്റുപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു, ജന്മദിനം, അനർഘ നിമിഷം എന്നിവയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കഥകൾ. അദ്ദേഹത്തിന് 1982 ഹി റിസീവ്ഡ് പത്മശ്രീ പുരസ്കാരം. 1982 അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥയാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ഒന്നാമത്തെ പാരഗ്രാഫിലോട്ട് പോകാം. ഫസ്റ്റ് പാരഗ്രാഫ്, ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഡോക്ടറാണ്. ഒരു ഡോക്ടർ, ഹോമിയോപ്പതി ഡോക്ടർ ആൻഡ് എ സ്നേക്ക്, എ ഫുൾ ബ്ലഡഡ് കോബ്ര, ഒരു മൂർഖൻ ആണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫിലോട്ട് പോകുമ്പോൾ ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് എ ക്വസ്റ്റ്യൻ, ഒരു എസ് ഓൺ എ ക്വസ്റ്റ്യൻ ഓഫ് ദ ഹോമിയോപ്പതി ഡോക്ടർ. ഹാസ് എ സ്നേക്ക് എവർ കോൾഡ് ഇറ്റ് സെൽഫ് അറൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? എ ഫുൾ ബ്ലഡഡ് കോബ്ര. All of us fell silent. The question came from homeopathy. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. എന്നതാ പാരഗ്രാഫിൽ പറയുന്നത്, ഡോക്ടർ തൻ്റെ കൂട്ടുകാരോട് ചോദിക്കുകയാണ്, ഹാസ് എ സ്നേക്ക് എവർ കോൾഡ് ഇറ്റ് സെൽഫ് അറൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പാമ്പ് ചുറ്റിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അതും എ ഫുൾ ബ്ലഡ് കോബ്ര മീൻസ് ഒരു ഉഗ്ര വിഷമുള്ള പാമ്പ്. ഒരു ഉഗ്ര വിഷമുള്ള പാമ്പ് നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ചുറ്റിയിട്ടുണ്ടോ എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. ഓൾ ഓഫ് എസ് ഫെൽ സൈലൻറ്റ്. എന്നാൽ ഡോക്ടറിൻ്റെ കൂട്ടുകാരെല്ലാം അത് കേട്ടിട്ട് സൈലൻ്റായി, നിശബ്ദരായി. കാരണം ഒരു പാമ്പ് ചുറ്റുക എന്നൊക്കെ പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല അല്ലേ. The question came from the homeopath. Homeopath means homeopathy ഡോക്ടറിൻ്റെ അടുത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ വന്നത്. The topic came up when we were discussing snake. നമ്മൾ പാമ്പുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നമ്മൾ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് പാമ്പുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ടോപ്പിക്ക് വന്നത്. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഡോക്ടറിൻ്റെ കഥ കേട്ടിരുന്നു. ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ടൈൽ. TALE ടൈൽ മീൻസ് കഥ, TALE ടൈൽ, TAIL ടൈൽ മീൻസ് വാല്, ടൈൽ ഹോമോഫോൺസ് എന്ന് പറയും അല്ലേ. അങ്ങനെ TALE ടൈൽ നമ്മൾ കഥ കേട്ടുകൊണ്ടിരുന്നു. രണ്ടാമത്തെ പാരഗ്രാഫ് പറയുന്നത്, ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. I had my meal at the restaurant and returned to my room. I heard a noise from above as I opened the door. Sound was a familiar one. One could say that rats and I shared the room. I took out my box of matches and lighted the kerosene lamp on the table. രണ്ടാമത്തെ പാരഗ്രാഫ് പറയുന്നത്, ഡോക്ടർ കഥ തുടരുകയാണ്. ഇറ്റ് വാസ് എ സമ്മർ, ഹോട്ട് സമ്മർ നൈറ്റ്, നല്ല ചൂടേറിയ ഒരു രാത്രിയായിരുന്നു. ഡോക്ടർ ഐ ഹാഡ് മീൽ ഫ്രം ദ റെസ്റ്റോറൻറ്റ്. ഡോക്ടർ സ്വന്തമായിട്ടുള്ള ആഹാരം വെച്ച് കഴിക്കുന്നു. റെസ്റ്റോറൻറ്റിൽ പോയി ആഹാരമൊക്കെ കഴിച്ച് തിരിച്ച് എവിടേക്ക് വന്നു? റൂമിലേക്ക് വന്നു. ഐ ഹാഡ് എ നോയ്സ്. പെട്ടെന്ന് റൂമിലൊന്ന് ഡോറ് തുറന്നപ്പം ഹാഡ് എ നോയ്സ്, അകത്തുനിന്നൊരു ശബ്ദം കേട്ടു. ദ സൗണ്ട് വാസ് ഫെമിലിയർ വൺ. ശബ്ദം വളരെ പരിചിതമായിരുന്നു. കാരണം വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. പലരും പറയുന്നുണ്ട് ഞാനും എലികളും ഒരുമിച്ചാണ് റൂമൊക്കെ ഷെയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആ റൂമിനകത്ത് ഒരുപാട് എലികളുണ്ട്. കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കി പറയും, ഡോക്ടറും എലികളൊക്കെ ഷെയർ ചെയ്താണ് റൂം എടുക്കുന്നത്. അതുകൊണ്ട് റൂമിനകത്ത് നിറയെ എലികളാണ്. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതിനകത്ത്
ആരുടെ ശബ്ദമാണ്? എലികളുടെ ശബ്ദമാണ്. ഐ ടുക്ക് ഔട്ട് ദ ബോക്സ് ഓഫ് മാച്ചസ്. ബോക്സ് ഓഫ് മാച്ചസ് മീൻസ് തീപ്പെട്ടി എടുത്തു. ആൻഡ് ലൈറ്റ് ആൻഡ് ദ കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ. കെറോസിൻ ലാമ്പ് കത്തിച്ചു, മണ്ണെണ്ണ വിളക്ക്. പണ്ടിത് സാഹചര്യം 1908 ബൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥകൾ മിക്കതും ആ ഒരു സ്വാതന്ത്ര്യത്തിന് മുന്നുള്ള ഒരു കാലഘട്ടമായിരുന്നു. വികസനമൊന്നും ഇല്ലാത്ത, കറണ്ട് പോലെ എങ്ങുമില്ല. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പണക്കാരുടെ വീട്ടിൽ മാത്രമേ അന്ന് മണ്ണെണ്ണ വിളക്കുള്ളൂ, സാധാരണക്കാരൻ്റെ വീട്ടിൽ മണ്ണെണ്ണ വിളക്കില്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? കെറോസിൻ ലാമ്പ് കത്തിച്ചു. ലൈറ്റ് ആൻഡ് കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ. എന്നിട്ട് കത്തിച്ച് എവിടെ വെച്ചു? ടേബിളിൽ വെച്ചു. മൂന്നാമത്തെ പാരഗ്രാഫ്. The house was not electrified. It was a small rented room. I had just set up a medical practice and my earnings were meager. I had about 60 rupees in my suitcase, along with some shirt and dhotis. I also possessed one solitary black coat which I was then wearing. പിന്നെ റൂം, ഡോക്ടർ താമസിക്കുന്ന റൂം എന്ന് വെച്ചാൽ നോട്ട് ഇലക്ട്രിഫൈഡ്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന കാര്യമേ ഇല്ല, കറണ്ട് ഇല്ല. ഞാൻ പറയാം, പണ്ടുള്ള കാലഘട്ടമാണ്, ഇലക്ട്രിസിറ്റി ഇല്ല. ആൻഡ് ടു എ സ്മോൾ റെൻറ്റഡ് റൂം. ഒപ്പം തന്നെ ചെറിയൊരു വാടക റൂമാണ്, ഡോക്ടറിന് മാത്രം വേണ്ടിയുള്ള വാടക റൂമാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടെ എന്ത് ചെയ്തു? തൻ്റെ കെറോസിൻ ലാമ്പ് കത്തിച്ചു വെച്ചു, മണ്ണെണ്ണ വിളക്ക്. പണ്ട് കാലത്തൊക്കെ എല്ലാവരും ഉപയോഗിച്ച മണ്ണെണ്ണ വിളക്ക്. I had just set up medical practice and my earnings were meager. കുറച്ച്, തുച്ഛം. ഞാൻ അങ്ങോട്ട് മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയുള്ളൂ, കോഴ്സൊക്കെ കഴിഞ്ഞ് ഡോക്ടറായി അങ്ങോട്ട് സേവനം തുടങ്ങിയേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോഴൊക്കെ എൻ്റെ സേവനം തുടങ്ങി, വലിയ പേരൊന്നും ആയിട്ടില്ല. എൻ്റെ സമ്പാദ്യം മിഗറാണ്, കുറവാണ്. ഐ ഹാഡ് 60 rupees ഇൻ മൈ സ്യൂട്ട് കേസ്. അപ്പോൾ എൻ്റെ കയ്യിൽ 60 രൂപയേ ഉള്ളൂ. സമ്പാദ്യമായിട്ട് 60 രൂപയെ എൻ്റെ സ്യൂട്ട് കേസിലുള്ളൂ. അലോങ് വിത്ത് സം ഷർട്ട് ആൻഡ് ധോത്തീസ്. പിന്നെ ആ റൂമിൽ കുറച്ച് ഷർട്ടുണ്ട്, കുറച്ച് ധോത്തീസ്, മുണ്ടുകളുമുണ്ട്. I also possessed one solitary black coat which I was then wearing. പിന്നെ ഒരു ബ്ലാക്ക് കോട്ട് ഉണ്ട്. പണ്ടൊക്കെ പ്രൗഢിയുടെ പ്രതീകമായിട്ട് ബ്രിട്ടീഷുകാരുടെ സംസ്കാരമാണ് ഉപയോഗിച്ചിരുന്ന ബ്ലാക്ക് കോട്ട്. ഇപ്പോഴൊക്കെ നമ്മൾ വളരെ കല്യാണത്തിലൊക്കെ ചെറുക്കന്മാർ എന്ത് ചെയ്യുന്നു? ഷർട്ടിന് മുകളിൽ ബ്ലാക്ക് കോട്ട് ഉപയോഗിക്കുന്നത് പോലെ, അത് ചില ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നവർക്ക് കോട്ട് ഉപയോഗിക്കും, ഷർട്ടിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്ന കോട്ട് പോലെ. പണ്ട് ഒരു പ്രൗഢിയുടെ പ്രതീകമാണ് കോട്ട്. ഡോക്ടർ പദവി അല്പം ഉയർന്ന ജോലിയാണല്ലോ. അപ്പോൾ ആ ഡോക്ടർ എന്ത് ധരിച്ചിട്ടുണ്ട്? എ ബ്ലാക്ക് കോട്ട്, സോളിറ്ററി ബ്ലാക്ക് കോട്ട് മീൻസ് ഒരൊറ്റ ബ്ലാക്ക് കോട്ട് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹം ധരിച്ചിരിക്കുകയായിരുന്നു. ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ പോകാൻ നേരത്തും ആ കോട്ട് അദ്ദേഹം ധരിച്ചിരിക്കുകയായിരുന്നു. അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. ഐ ടുക്ക് മൈ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹാങ് ദം അപ്പ്. അങ്ങനെ ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്. ഞാൻ എന്തൂരി? എൻ്റെ ബ്ലാക്ക് കോട്ട് ഊരി മാറ്റി. വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ്, ഷർട്ട് ഊരി മാറ്റി. ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ്, ബനിയൻ, അത്ര വെളുപ്പല്ലാത്ത, അത്ര വൃത്തിയില്ലാത്ത, ഇട്ട് പഞ്ചറായ ഒരു പഴയ ബനിയന് ഊരി മാറ്റി. ആൻഡ് ഹാങ് ദം അപ്പ്. എവിടെ തൂക്കി? ഹാങ് ദം അപ്പ്, തൂക്കി. ഐ ഓപ്പൺ 2 windows ഇൻ ദ റൂം. ജനാല 2 തുറന്നു. ചൂട് കാരണം റൂമിനകത്ത് ഭയങ്കര ചൂട്. ജനാല 2 തുറന്നു. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം വിത്ത് ഓൺ വാൾ ഫേസിങ് ആൻ ഓപ്പൺ യാർഡ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ റൂമായിരുന്നു. വീടിൻ്റെ അകത്തല്ല, വീട്ടിൻ്റെ പുറത്തുള്ള റൂം, ഔട്ടർ റൂമായിരുന്നു. ഒരു ജനാല തുറക്കുമ്പോൾ ഇവിടെ യാർഡ്, മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ്. ടൈൽഡ് റൂഫ് മീൻസ് മേൽക്കൂര എന്തുകൊണ്ടുണ്ടാക്കിയത്? ടൈൽ മീൻസ് ഓട് കൊണ്ടുണ്ടാക്കിയ മേൽക്കൂര. ആൻഡ് അലോങ് വിത്ത് സപ്പോർട്ടിങ് ഗാബിൾസ്. അതിന് എന്താണ്? ഗാബിൾസ്, സപ്പോർട്ടിങ് ഗാബിൾസ് ഉണ്ട്. ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദ വാൾ. നമ്മളെ ഓടിട്ട വീടുകൾക്ക് എന്താ ഉത്തരവും കഴുക്കോൽ എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ഗാബിൾസ് ഉണ്ട്. റെസ്റ്റഡ് ബീം ഓൺ ദ വാൾ, അത് രണ്ട് ഭിത്തികളുടെ മുകളിലായിട്ട് ഇങ്ങനെ ഘടിപ്പിച്ച് വച്ചിരിക്കുകയാണ്. ദർ വാസ് നോ സീലിംഗ്. പിന്നെ ഈ ഓടിൻ്റെ താഴെ സീലിംഗ് ഇല്ല. കാരണം വെച്ചാൽ പണ്ടൊക്കെ പാവപ്പെട്ട വീടുകൾക്കൊന്നും സാധാരണ സീലിംഗ് ആണ്. ഇപ്പോഴത്തുള്ള വീടുകൾക്കൊക്കെ ഷീറ്റുണ്ട് സീലിംഗ്, അതായത് മുകളിൽ നിന്ന് താഴെയോട്ട് വസ്തുക്കളൊന്നും വീഴാതിരിക്കാൻ വേണ്ടി. പണ്ട് ഈ ഓലയിട്ട വീടുകളുടെ അടിയിൽ സീലിംഗ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തുണികളാണ്. കാരണം ഈ ഓല കെട്ടിയ വീടുകളുടെ മുകളിൽ നിന്ന് ഇതിൻ്റെ ഇടയിലൊക്കെ പാമ്പ് കയറിയിരിക്കും, അതൊക്കെ വന്ന് വീഴാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോഴത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സീലിംഗ് ആയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്? തുണികൾ. ഇവിടെയാണെങ്കിൽ യാതൊരു സീലിംഗും ഇല്ല, സീലിംഗ് ഒന്നുമില്ല.
there was a regular traffic of rat to and from the beam. ഈ രണ്ട് ഭിത്തിയുടെ ക്രോസ് ആയിട്ട് പോയേക്കുന്ന ഈ ബീമിലൂടെ എന്തിൻ്റെ പോക്കുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും എലികൾ, റാറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറിൻ്റെ കൂട്ടുകാരാണ് എന്ന് പറയുന്നത് റാറ്റ്സ്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണ് റാറ്റ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. ഐ മേഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വാൾ. ഐ മേഡ് മൈ ബെഡ് മീൻസ് ഞാൻ കിടക്കയൊക്കെ തയ്യാറാക്കി എന്നിട്ട് എന്ത് ചെയ്തു? ആൻഡ് ക്ലോസ് ടു ദ വാൾ, ഭിത്തിയുടെ അടുത്തേക്ക് വലിച്ചിട്ടു. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. പക്ഷേ ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര ചൂട്, ഉറങ്ങാൻ പറ്റിയില്ല, കിടന്നിട്ട് ഉറക്കമില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ടു ദ വരാന്ത ഫോർ എ ലിറ്റിൽ എയർ. ഞാൻ വെൻറ്റ് ടു ദ വരാന്തയുടെ അങ്ങോട്ട് ചെന്ന് കാറ്റ് കിട്ടാൻ വേണ്ടി. ബട്ട് എ ലിറ്റിൽ എയർ മീൻസ് കുറച്ച് കാറ്റേ ഇല്ല. ലിറ്റിൽ എന്ന് വെച്ചാൽ കുറച്ചാണ്, ലിറ്റിൽ എന്ന് വെച്ചാൽ ഇല്ല, ഒട്ടും തന്നെ കാറ്റില്ല. ബട്ട് ദ വിൻഡ് ഗോഡ് സീംഡ് ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. എനിക്ക് തോന്നുന്നു വായുദേവൻ അവധിയിലാണെന്ന് തോന്നുന്നു. കാരണം ഒരു കാറ്റുമില്ല, പുറത്തിറങ്ങിയിട്ട് പോലും എന്തില്ല, ഒരു കാറ്റും ഇല്ല. വായുദേവൻ അവധിയിലാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, 5ാമത്തെ പാരഗ്രാഫിലോട്ട് പോകാം. ഐ വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം. ഞാൻ തിരികെ വീണ്ടും എങ്ങോട്ട് വന്നു? റൂമിലേക്ക് വന്നു. സാറ്റ് ഡൗൺ ഓൺ എ ചെയർ. കസേരയിലിരുന്നു. കാരണം പുറത്തു പോയിട്ട് കാറ്റില്ല, പുറത്ത് പോയിരുന്നിട്ടും കാര്യമില്ല. വീണ്ടും വന്നു കസേരയിൽ. ഐ ഓപ്പൺ ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. ഇതിൻ്റെ മേശയുടെ അടുത്തിരുന്ന ഒരു ബോക്സ് ഉണ്ടായിരുന്ന ആ ബോക്സ് ഞാൻ തുറന്നു. അതിനകത്ത് നിന്നൊരു ബുക്ക് എടുത്തു. ദ മെറ്റീരിയ മെഡിക്ക, അതായത് അതായത് ഡോക്ടറുമായി ബന്ധപ്പെട്ട ഒരു ബുക്കാണ്. ഡോക്ടേഴ്സ് സാധാരണ ഉപയോഗിക്കുന്ന മെറ്റീരിയ മെഡിക്ക. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് ഓരോ ബുക്കുകളുണ്ട്. ഹോമിയോപ്പതിയുടെ മെറ്റീരിയ മെഡിക്ക, അലോപ്പതിക്കാണെങ്കിൽ അലോപ്പതിയുടെ മെറ്റീരിയ മെഡിക്ക. ഇത് ഹോമിയോപ്പതിയുടെ എല്ലാ മരുന്നുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ രോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ മെറ്റീരിയ മെഡിക്ക എടുത്ത് വായിച്ചു നോക്കി. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ. പിന്നെ ആ ടേബിളിൽ നിന്നുണ്ട് ഒരു ലാമ്പ് മീൻസ് ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ. വലിയൊരു കണ്ണാടിയുണ്ട്, ഒരു ലാമ്പും ഉണ്ട്. എ സ്മോൾ കോംബ് ലേ ബിസൈഡ് ദ മിറർ. കണ്ണാടിയുടെ അടുത്തായിട്ട് ഒരു സ്മോൾ കോം മീൻസ് കോംബ് അല്ല കോം മീൻസ് ചീപ്പും കിടപ്പുണ്ട്. ഓൺ ഫീൽ ടെംപ്റ്റിംഗ് ടു ലുക്ക് ഇൻ ടു എ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകതയാണ് അല്ലേ? ഓൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ ഇറ്റ് ഈസ് നിയർ. കണ്ണാടി അടുത്തുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിരിക്കുക. അത് മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഇതാണ് അല്ലേ? കണ്ണാടി അടുത്തുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ പ്രതിബിംബം എവിടെ കാണുന്നു അവിടെ നമ്മൾ നോക്കിയിരിക്കും. ഇവിടെ ഡോക്ടറിൻ്റെ മുന്നിൽ കണ്ണാടിയുണ്ട്, ഡോക്ടർ നോക്കി. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. അക്കാലത്ത് ഞാൻ സൗന്ദര്യത്തെ വളരെയധികം ആരാധിച്ചിരുന്നു. എൻ്റെ സൗന്ദര്യം ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഒപ്പം തന്നെ അല്പം സൗന്ദര്യമൊക്കെയുള്ള ഹാൻസം ആയിരുന്നു ഞാൻ. ഡോക്ടർ എന്തായിരുന്നു? ഒരു ഹാൻസം ആയിരുന്നു. ഐ വാസ് അൺമാരീഡ് ആൻഡ് ഐ വാസ് എ ഡോക്ടർ. ആൻഡ് ആ സമയത്ത് ഞാൻ അൺമാരീഡ് ആണ് ആൻഡ് ഡോക്ടറുമാണ് അല്ലേ? നല്ല പ്രൊഫഷനാണ് ഡോക്ടർ എന്നത്. നിങ്ങൾക്കും താല്പര്യമുള്ളവർക്ക് MBBS ഒക്കെ എടുത്ത് മെഡിക്കലായി പഠിച്ച് ഡോക്ടർ ആവാം. പക്ഷേ ഞാനന്ന് അൺമാരീഡ് ആണ്, ഒപ്പം തന്നെ ഡോക്ടറാണ്. ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. അപ്പോൾ കാണാൻ വരുന്നവരൊക്കെ എൻ്റെ സാന്നിധ്യം ഒന്നറിയിക്കുക. രോഗികളായാലും ചില ഡോക്ടേഴ്സ് അങ്ങനെയാണല്ലോ, നമുക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ പകുതി രോഗം മാറും. ഇവിടെ ഡോക്ടർ വിചാരിച്ച തൻ്റെ അടുത്ത് വരുന്നവർ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകണം. തന്നെ അല്പം സുന്ദരനായിട്ടൊക്കെ ഇരിക്കുമ്പോൾ വരുന്ന രോഗികൾക്കൊരു സന്തോഷമാവും. ഓക്കെ, ഐ പിക്ക്ഡ് അപ്പ് ദ കോം ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ് സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. അങ്ങനെ ഐ പിക്ക്ഡ് അപ്പ് ദ കോം, എന്നിട്ട് ഇത് ഞാൻ നല്ല കോതി ഒതുക്കി. നല്ല പാർട്ടിങ് മീൻസ് രണ്ടായിട്ട് പണ്ടത്തെ സ്റ്റൈലാണ് പാർട്ടിങ്. അവരിട്ട് ഇങ്ങനെ കോതി ക്ലീനായിട്ട് ഒതുക്കി ഇങ്ങനെ വച്ചു, നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരുന്നു. എഗെയിൻ ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം എബോ. വീണ്ടും ഞാൻ മുകളിൽ നിന്ന് ആ ശബ്ദം, മുകളിൽ നിന്ന് ആ ശബ്ദം കേട്ടു. ഐ ലുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. വീണ്ടും ഞാൻ എന്ത് ചെയ്തു? എ ക്ലോസ് ലുക്ക് അറ്റ് ഇൻ ദ മിറർ. കണ്ണാടിയിലേക്ക് ഞാൻ സൂക്ഷിച്ച് നോക്കി. ഐ മേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. അതിനുശേഷം ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ, ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തു. ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മൊസ്റ്റാച്ച്. ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യും? ഷേവ് ചെയ്യും. ഐ വിൽ ഷേവ് ഡെയിലി ആൻഡ് തിൻ മൊസ്റ്റാച്ച് മീൻസ് കനം കുറഞ്ഞൊരു മീശ. മീശ കനം കുറഞ്ഞ, പണ്ടത്തെ സിനിമാ നടന്മാരെയൊക്കെ എടുത്താൽ അറിയാം, നസീറിൻ്റെയും ബഹദൂറിൻ്റെയും മീശ കനം കുറഞ്ഞൊരു മീശ വയ്ക്കും.
ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. പിന്നെ ഞാൻ ആരാണ്, കല്യാണം കഴിച്ചിട്ടുള്ള, ഒപ്പം തന്നെ ആരാണ്, ഡോക്ടറാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ട് പ്രത്യേകത ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇതങ്ങ് വെച്ച് കാച്ചാം. അപ്പോൾ എന്ത് ചെയ്യും, ഷേവ് ചെയ്തൊക്കെ എടുത്ത് കളഞ്ഞ് മീശയൊക്കെ വെച്ച് അടിപൊളിയായിരിക്കും ഡോക്ടർ വിചാരിച്ചു. ഓക്കെ, അടുത്ത പാരഗ്രാഫ്. ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. കണ്ണാടി നോക്കി ചിരിച്ചു. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. എൻ്റെ ചിരി എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. അട്രാക്റ്റീവ് സ്മൈൽ. ഐ മേഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ അടിക്കണം. എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് എന്ത് എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ അടിക്കണം. എന്താണ് എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ വെച്ചാൽ ഉഗ്ര തീരുമാനം. ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. എപ്പോഴും ചിരി വേണം, എപ്പോഴും ഞാൻ ഈ ചിരി സൂക്ഷിക്കും. രോഗികളൊക്കെ വരുമ്പോൾ ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ ചിരിച്ച് ഇരിക്കും. ഓക്കെ, ടു ലുക്ക് മോർ ഹാൻഡ്സം. എൻ്റെ ചിരി കാണുമ്പോൾ ഞാൻ കൂടുതൽ സുന്ദരനായതുപോലെ തോന്നും. എന്നെ കാണാൻ ഭയങ്കര രസമാണ്, ഭയങ്കര സുന്ദരനായതുപോലെ തോന്നുന്നു. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ഡോക്ടറാണ്, ബാച്ചിലറാണ്. അപ്പോൾ നല്ല രീതിയിൽ ചിരിച്ചിങ്ങനെ നടക്കാം. ഓക്കെ, ഓക്കെ. ഇപ്പോൾ ഞാൻ ഡോക്ടർ എപ്പോഴും ചിരിക്കും. ഇനി ഏത് പ്രശ്നം വന്നാലും ചിരിക്കും. എന്ത് ഡോക്ടർ, ഇപ്പോൾ ഡോക്ടറെ എനിക്ക് ക്യാൻസറാണ്, അതല്ല ഡോക്ടർ മറ്റുള്ളവരെ പ്രസന്നമാക്കാൻ വേണ്ടി, മറ്റുള്ളവരെ തൃപ്തമാക്കാൻ വേണ്ടി എപ്പോഴും ചിരിച്ചിങ്ങനെ ഇരിക്കുക എന്നാണ് ഡോക്ടർ ഉദ്ദേശിച്ചത്. ഓക്കെ, എഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബോവ്. വീണ്ടും മുകളിൽ നിന്ന് ആ ശബ്ദം കേട്ടു. ഐ ഗോട്ട് അപ്പ്, ലിറ്റ് എ ബീഡി ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. ഞാൻ എണീറ്റു. ലിറ്റ് എ ബീഡി എത്തി. ഓക്കെ, ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. റൂമിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. ഇങ്ങനെ ബീഡി വലിച്ച് നടന്നപ്പോഴാണ് മറ്റൊരു ചിന്ത, മനോഹരമായിട്ടുള്ള ചിന്ത എന്നിലേക്ക് വന്നത്. ഐ വുഡ് മാരി. കല്യാണം കഴിച്ചാൽ കൊള്ളാം, ഒരു കല്യാണം കഴിക്കണം. I would get married to a woman doctor who had plenty of money and a good medical practice. എങ്ങനെയുള്ള പെണ്ണിനെയാണ്? ഈസ് എ പ്ലെൻറ്റി ഓഫ് മണി. പെണ്ണിന് ധാരാളം പണം വേണം, ഒപ്പം തന്നെ ഡോക്ടറും ആയിരിക്കണേ, നല്ല മെഡിക്കൽ പ്രാക്ടീസും ഉണ്ടായിരിക്കണം. മെഡിക്കൽ പ്രാക്ടീസ് മീൻസ് രോഗികൾ ഒരുപാട് കാണാൻ വരണം, പൈസ അങ്ങനെയും കിട്ടണം, പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടായിട്ട് പൈസ വേണം. അങ്ങനെയുള്ള കൊച്ചു കൊച്ചാഗ്രഹങ്ങളേ ഉള്ളൂ. എന്ത് ചെയ്യാന്ന്. ഷീ ഹാഡ് ടു ബി ഫാറ്റ്. പിന്നെയാണ് പൊന്തച്ചിയായിരിക്കണം, തടിച്ചിയായിരിക്കണം. ഫോർ എ വാലിഡ് റീസൺ. അതിൻ്റെ കാരണമുണ്ട്. ഡോക്ടർ വിചാരിച്ചു ഒരു തടിച്ചിയ ഒരു പൊന്തച്ചി കെട്ടണം. അതിനൊരു കാരണമുണ്ട്. ഇഫ് ഐ മേഡ് എ സില്ലി മിസ്റ്റേക്ക് ആൻഡ് നീഡഡ് ടു റൺ അവേ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. അവൾ പൊന്തച്ചി ആവാനുള്ള കാരണം, ഇഫ് ഐ മേഡ് എ സിമ്പിൾ മിസ്റ്റേക്ക്, എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ കാണിച്ചാൽ അവൾ കുഡ് നോട്ട് റൺ ആഫ്റ്റർ മീ, എൻ്റെ പിറകെ നിന്ന് പിടിക്കാൻ പാടില്ല, എനിക്ക് രക്ഷപ്പെടാൻ പറ്റണം. അവൾ എൻ്റെ പിറകെ വന്നിരാൻ പാടില്ല. ഷീ ഷുഡ് നോട്ട് ഏബിൾ ടു ബി റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. എന്നെ പിടിക്കുവാൻ പാടില്ല, അതിന് മുന്നേ എനിക്ക് എന്ത് ചെയ്യണം, രക്ഷപ്പെടണം എന്ന് ഡോക്ടർ തീരുമാനിച്ചു. അപ്പോൾ ഡോക്ടർ ആ പാരഗ്രാഫ് പറയുന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് കാര്യങ്ങളാണ്. എന്താണ്? അദ്ദേഹം എപ്പോഴും രോഗികൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കണം. പിന്നെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണ്? ടു മാരി എ ഫാറ്റ് ലേഡി ഡോക്ടർ. ഷീ ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി. ഓക്കെ, ശരി, എത്രയെന്ന് വായിച്ചു നോക്കും. 10ാമത്തെ പാരഗ്രാഫ്. വിത്ത് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ് ഐ റെസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ മനസ്സിൽ വിചാരിച്ച് ഐ റെസ്യൂംഡ് വെച്ചാൽ വീണ്ടും വന്നിരുന്നു. റെസ്യൂം ചെയ്ത് തുടരുക എന്നൊക്കെ ഇവിടെ വെച്ചാൽ വീണ്ടും എവിടെ വന്നിരുന്നു? അദ്ദേഹത്തിൻ്റെ കസേരയിൽ വന്നിരുന്നു, ടേബിളിൻ്റെ ഫ്രണ്ടിലുള്ള കസേരയിൽ വന്നിരുന്നു. ദർ വെയർ നോ മോർ സൗണ്ട് ഫ്രം എബോവ്. പിന്നെ മുകളിൽ നിന്ന് ശബ്ദമൊന്നും കിട്ടില്ല. ഞാൻ കുറച്ച് കസേര വന്നിരുന്നു, ശബ്ദമൊന്നും കിട്ടില്ല, വേറെ സൗണ്ടൊന്നുമില്ല, ശബ്ദമൊന്നുമില്ല. Suddenly there came a dull thud as if a rubber tube had fallen to the ground. Suddenly I heard a sound, something fallen from the top of the roof. എന്താ മുകളിൽ നിന്ന് വീഴുന്ന റബ്ബർ ട്യൂബ് വീഴുന്നത്, ലൈക്ക് എ റബ്ബർ ട്യൂബ്, സൗണ്ട് ലൈക്ക് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫാളൻ. റബ്ബർ ട്യൂബ് വീണതുപോലെ ശബ്ദം കേട്ടു. ഷുവർലി നത്തിങ് ടു വറി. പേടിക്കാനൊന്നുമില്ല, കാരണം എന്താ അറിയാം, എലികളാണ്, മൊത്തം എലികളാണ് കേട്ടോ, മുകളിൽ മൊത്തം എലികളാണ്, എലി വന്ന് വീണ സൗണ്ടാണ്. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. ഇങ്ങനെ വിചാരിച്ച് ഞാൻ തിരിഞ്ഞു എലിയാണ്, എന്നാലും ജസ്റ്റ് നോക്കിയാൽ തിരിഞ്ഞു നോക്കിയതും നോ സൂണർ ഹാഡ് ഐ ടേൺ ദാൻ എ ഫാറ്റ് സ്നേക്ക് റെഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. ഞാൻ തിരിഞ്ഞതും ഒരു പാമ്പ് ഇഴഞ്ഞു കയറി എൻ്റെ തോളിൽ വന്നിരുന്നു. തിരിഞ്ഞു നോക്കിയതും
പാമ്പ് കയറിയത് ഒരേ സമയം. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിങ് വെയർ സൈമിൾട്ടേനിയസ്. ഞാൻ തിരിഞ്ഞു നോക്കിയതും പാമ്പ് വന്നിരുന്നതും സൈമിൾട്ടേനിയസ്, ടു ആക്ഷൻ ഹാപ്പനിങ് ഓൺ ടൈം. രണ്ട് പ്രവൃത്തി ഒരേ സമയത്ത് നടക്കുന്നു. ഇടിയും മിന്നൽ സൈമിൾട്ടേനിയസ് ആണ്. ഇവിടെ ഞാൻ തിരിഞ്ഞു നോക്കിയതിൻ്റെ പാമ്പ് കയറി, അത് സൈമിൾട്ടേനിയസ് ആണ്. ഓക്കെ. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ സൗന്ദര്യമൊക്കെ നോക്കിയിരുന്നപ്പോൾ സൗണ്ട് കേട്ടു, മുകളിൽ നിന്ന് എന്ത് വീണു, എലി വീണെന്നാ കേട്ടത് വിചാരിച്ചത്. പക്ഷേ പാമ്പായിരുന്നു വന്ന് വീണത്, പാമ്പാണ് വീണത്. ഡോക്ടർ ആദ്യം വിചാരിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പാമ്പ് ഇവിടെ കയറിക്കുന്ന തോളിൽ. എന്താ 11ാമത്തെ, ഐ ഡിഡ് നോട്ട് ജംപ്, ഐ ഡിഡ് നോട്ട് ട്രംബിൾ, ഐ ഡിഡ് നോട്ട് ക്രൈ ഔട്ട്. ഞാൻ ചാടാൻ പറ്റിയില്ല, വിറയ്ക്കാൻ പറ്റിയില്ല, ഉറക്കെ വിളിച്ച് പറഞ്ഞില്ല. കാരണം വെച്ചാൽ ഇതിനൊന്നുള്ള സമയം കിട്ടില്ല. അതിനിടയ്ക്ക് പാമ്പ് കയറി ഇവിടെ കഴുത്തിലിരിക്കുകയാണ്. there was no time to do such a thing. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സമയമേ കിട്ടിയില്ല. The snake slithered along my shoulder and coiled around my left arm above the elbow. The snake slithered means ഇഴഞ്ഞ് കയറി, പാമ്പ് ഇഴഞ്ഞ് എന്ത് ചെയ്തു, ഇഴഞ്ഞിട്ട് along my left shoulder and coiled around my left arm. എൻ്റെ ഇടതേ കയ്യിലങ്ങ് ചുറ്റി, എൽബോയ്ക്ക് മുകളിലായി. എൽബോ മീൻസ് കൈമുട്ടിൻ്റെ മുകളിലായിട്ട് അങ്ങ് ചുറ്റി. The hood was spread out and its head was hardly 3 or 4 inches from my face. hood ഭണം വിരിച്ചു. സ്പ്രെഡ് ഔട്ട്, എൻ്റെ തലയിൽ നിന്നും ഒരു 3-4 ഇഞ്ച് അകലെയായിട്ട്, എൻ്റെ ഫേസിൽ നിന്ന് 3-4 ഇഞ്ച് അകലെയായിട്ട് എന്ത് പാമ്പ് ഇങ്ങനെ ഭണം വിടർത്തി നിൽക്കുകയാണ്. It would not be correct to say merely that I sat there holding my breath. ഞാൻ ശ്വാസം പിടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സത്യമല്ല. It would not be correct. ഞാൻ ശ്വാസം പിടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സത്യമല്ല. കാരണം ഞാൻ എന്തായി മാറിക്കഴിഞ്ഞു, ഐ വാസ് ടേൺ ടു എ സ്റ്റോൺ. ഞാൻ യഥാർത്ഥത്തിൽ പേടിച്ചൊരു കല്ലായി മാറി. ഞാൻ ശ്വാസം പിടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പക്ഷെ ഞാൻ എന്തായി ഐ വുഡ് ചേഞ്ച് എ സ്റ്റോൺ. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. മനസ്സ് ആക്റ്റീവാണ്. ദ ഡോർ ഓപ്പൺ ഇൻ ടു ദ ഡാർക്ക്നെസ്. ഞാൻ നോക്കിയപ്പോൾ ശ്വാസം പിടിച്ചിരിക്കുകയാണ്. നോക്കിയപ്പോൾ ഡോറ് തുറന്ന് കിടക്കുന്നു. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. റൂം നിറച്ച് ഇരുട്ട്. The light of the lamp I sat there like a stone image in the flesh. Light of the lamp, വിളക്ക് വരെ എന്തായിട്ട് എനിക്ക് തോന്നി, എ സ്റ്റോൺ ഇമേജ്. ഒരു വിളക്ക് വരെ എനിക്ക് എന്തായിട്ട് തോന്നി, ഒരു സ്റ്റോൺ ഇമേജ് ആയിട്ട്, കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ ഒരു പ്രതിമ പോലെ. ലൈറ്റ് പോലെ എനിക്ക് തോന്നിയൊരു ജീവനുണ്ടെന്ന്. അതിന് വരെ കല്ലിൽ കൊത്തി വെച്ചുണ്ടാക്കിയ ഒരു പ്രതിമയെ പോലെ എനിക്ക് തോന്നി. എനിക്കൊന്നും അറിയാമേ, പേടിച്ചത്തേക്ക് വിറച്ചിരിക്കുകയാണ് ഡോക്ടർ.